സത്യം പറടാ, ആരാ സണ്ണിച്ചാനെ വിളിച്ചു വരുത്തിയത്? സത്യമായിട്ടും ഞാനല്ല റോയിച്ച. പിന്നെ ആരാ വിളിച്ചു വരുത്തിയത്? അതെനിക്കറിയില്ല എന്ന് മാത്രം നീ പറയണം. ഇതെന്ത് കഷ്ടം നോക്കിയേ. എന്റെ ഉത്തരം കൂടെ റോയിച്ച പറഞ്ഞാ പിന്നെ ഞാനെന്ത് പറയണ? നീ എന്ത് പറയണോന്നാ? നീ ഉള്ള കാര്യം പറഞ്ഞത്. അത് ഉള്ളാരും പറഞ്ഞിട്ട് റോയിച്ച വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സണ്ണിച്ചായനെ വിളിപ്പിച്ചതിന്റെ പിറകിൽ എന്തെങ്കിലും കളി മോനിവിടെ കണ്ടിട്ടാന്ന് ഞാൻ അറിഞ്ഞ ബാക്കി ഞാൻ അപ്പ പറയാം. ഇങ്ങനെ ബാക്കി വെച്ചിട്ടുള്ളത് ഒരുപാടുണ്ട് കേട്ടോ റോയിച്ചൻ പറയാൻ. പറയാടാ, എല്ലാം കൂടി ഒരുമിച്ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. മോൻ വിഷമിക്കണ്ട, അധികം താമസിയാതെ പറയും ഞാൻ. അല്ല, സണ്ണിച്ചായൻ വന്നോണ്ട് ഇപ്പോ എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന? ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ റോയിച്ചന് തന്നെ എനിക്കൊന്നുമില്ല, പക്ഷെ ഒന്നും ഉണ്ടാവരുത്. ഈ കൊച്ചിയിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തില നമ്മള്. സണ്ണിച്ചായനെ കണ്ട് നമ്മുടെ പഴയ കാലമൊക്കെ ഓർത്തു പോയപ്പോ അങ്ങനെയൊന്നുമില്ല. റോയിച്ചനിപ്പോ എന്ത് മാറി? അതുപോലെ തന്നെയല്ലേ സണ്ണിച്ചായനും. എന്നാലും ഒരെന്നാലും ഇല്ല. ഇവിടെ ഫുൾ ടൈം സണ്ണിച്ചായനൊപ്പം ഞാനുണ്ടാവും. പോരെ? പോരാ, ഇവിടെ പോരാ. നീ കോഫി ഷോപ്പിൽ വേണം, മനസ്സിലായോ? സണ്ണിച്ചായന്റെ കൂടെ ഫുൾ ടൈം പോവാനേ കൊച്ചി അറിയാത്ത സ്ഥലമൊന്നല്ല ചായൻ. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും കുറച്ചു ദിവസം സണ്ണിച്ചായനുമായിട്ട് ഒന്ന് അടിച്ചു പൊളിക്കണം. റോയിച്ച് എതിരെ നിൽക്കരുത്. ആനന്ദിനും പാറുവിനും സണ്ണിച്ചായൻ എന്തിഷ്ടാന്നറിയോ? ഓഹോ, ആണോ? എന്നിട്ട് അവർ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചിലപ്പോ റോയിച്ചന്റെ തിരക്ക് കഴിഞ്ഞിട്ട് പറയാന്ന് കരുതിയിട്ടുണ്ട്. മതി മതി, അധികം കിഴക്കോട്ട് പോണ്ട. കിഴക്കോട്ട് പോകുന്നില്ല, എനിക്ക് എന്റെ റൂമിലേക്ക് പോയാലോ? ചെൽ. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയത്. വേണ്ട. എടാ, ഈ അച്ചായന്മാരെന്ന് പറഞ്ഞാലുണ്ടല്ലേ, കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ളവരാണെന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അങ്ങനെയല്ലേ? എടാ, സംഭവം ശരി തന്നെ. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഈ അച്ചായ സംഘത്തിൽപ്പെട്ട ആരും വളരെ ചെറുപ്പത്തിലെ തീരുമാനം എടുത്ത് വളർന്നു വലുതായി ഒരു അച്ചായനാകുന്നല്ലേ. കേട്ടല്ലേ? പിന്നെ എങ്ങനെ ഇച്ചായൻ സണ്ണിച്ചായനായത്? അതല്ലേ പറയുന്നത്, സ്വയം കൊച്ചിലെ തീരുമാനം എടുത്ത് വളർന്നു വലുതാകുന്ന അല്ല. നല്ലോണം ജോലി ചെയ്ത് കാശുണ്ടാക്കി അതിൽ കുറെ കാശ് നാട്ടുകാർക്കൊക്കെ കൊടുക്കുമ്പം അവര് നമ്മളെ ഇച്ചായ ഇച്ചായ എന്ന് വിളിക്കും. മനസ്സിലായ? തിരുവനന്തപുരത്ത് ഇച്ചായൻ എന്താ പണി? പണ്ടേതെന്റെയൊക്കെ അനുഭവിക്കുന്നു. അല്ല, ഈ പണ്ട് 5-10 റബ്ബറൊക്കെ വെച്ചത് കൊണ്ട് ഒരുവിധം കുഴപ്പമില്ലാതെ പോണെന്നാണ് പറഞ്ഞത്. ആണോ? അല്ലേലും ഈ അച്ചായന്മാരോട് എന്തരാണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബർ ഉണ്ടോന്നായിരിക്കും ഉത്തരം. അത് ചിലപ്പോ ചില നാടിന്റെ ആയിരിക്കും കേട്ടോ. എന്റെ നാട്ടില് മിക്കവരും കലാകാരന്മാരാ. അതേതടെ ഞാൻ അറിയാത്തൊരു കോടമ്പാക്ക ഈ കേരളത്തില്? കോഴിക്കോട്. അവിടെ ഭൂരിഭാഗം പേരും കലാകാരന്മാരല്ലേ. ഈ ഞാൻ ഉൾപ്പെടെ കലാകാരനല്ലേ? ഈയിടെ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ പറയുന്ന ചില ചൊല്ലുകളൊക്കെ ഉണ്ട്, നിനക്കറിയാവോ? ഒരു നാടിന്റെ അഭിമാനം ഒരു കലാകാരൻ എന്നാ? അല്ലടേ, ഉണ്ണിയെ കണ്ടാൽ അറിയാ ഊരിലെ പഞ്ഞോന്ന്. എന്തുപറ്റി? സണ്ണിച്ചായ ആനന്ദിനെ കൊന്നോ? അത് പിന്നെ നിനക്ക് അറിയില്ലേ ടോണി, നമ്മുടെ ആനന്ദല്ലേ ആള്. വട്ടി കൊടുത്ത അടി മേടിക്കാൻ ഇവനെക്കാളും മെടുക്കൻ വേറെ ആരുമില്ല. അത് ശരിയാ. സണ്ണിച്ചായൻ കേട്ടിട്ടില്ല അവന്റെ പണ്ടത്തരങ്ങള്. ഇപ്പൊ ഒരെണ്ണം കേട്ടതേ ഉള്ളു. ഇതൊന്നും അല്ല സണ്ണിച്ചായ, ഇനി എന്തെല്ലാം കേക്കാൻ കിടക്കും സണ്ണിച്ചായൻ. കൊള്ളാടാ, ഇച്ചായനെ പോലെ ഒരാളോട് ഇങ്ങനെ തന്നെ സ്വന്തം സുഹൃത്തിനെ പറ്റി പറയണട്ടാ. പിന്നെ ഇച്ചായ, ഇവന്റെ ഒരു പ്രശ്നമാണ് അനാവശ്യ സെന്റിമെന്റ്സ്. ഇച്ചായൻ പോകുന്നതിന്റെ മുമ്പേ ഇവനൊന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ പോണതിന് മുമ്പ് എവനെ ശരിയാക്കി എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ടങ്ങ് തരും. എനിക്കിതൊക്കെ ഒരു ഹരമാടേ. കാർത്തികേശനെ വെച്ച് നോക്കുമ്പോ ഇവനൊക്കെ വെറും ശിശു. ആരായി കാർത്തികേശൻ? അല്ല, ആരേ കാർത്തികേശൻ? കാർത്തികേശനാണ് യഥാർത്ഥ ശശി. ഉള്ള എന്നടേ, പാവം വെറും ശശി തന്നെ. ടോണി, നിങ്ങളൊക്കെ എന്നെ ശശിയാക്കിയല്ലേ? എടാ ആനന്ദേ, ഇതാരും ആരെ ആക്കുന്നതല്ലേ, സ്വയം കഷ്ടപ്പെട്ട് ആകുന്നതാണ്. ശശി എന്നുള്ളതൊരു പേരല്ലല്ലോ, ഒരവസ്ഥയല്ലേ. എന്താ അവസ്ഥ സണ്ണിച്ചായ? ഈ അബോധാവസ്ഥയിലിരുന്ന് ഡയലോഗ് അടിക്കുന്നവനാരോ അവന് ശശി എന്ന് നാമധേയം എന്ന് പ്രമാണം. അപ്പൊ കറക്റ്റാ, ആനന്ദ് ശശി തന്നെ. രാവിലെ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ നോക്കൂല, എന്റെ വായിലിരിക്കുന്ന കേൾക്കും. ഇതെന്താ? ഇതറിഞ്ഞൂടെ? എന്റെ ഫേവററ്റ് കിരടക്കുടിയിട്ട് കാച്ചി എണ്ണ. തലയ്ക്ക് തണുപ്പിനും മുടിക്കും ബെസ്റ്റ് സാധനം. തിരുവനന്തപുരത്തെ മുഴുവൻ പെമ്പിള്ളറുടെ മുടിയഴയന്റെ രസം യവനാണ്. നോക്കട്ടെ. എടുത്ത് തേരുവെണ്ണ തലയിലോട്ട് ഫാഷൻ മുടിയിലൊക്കെ തേക്കത്. അയ്യ, എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിച്ച അങ്ങനൊന്നും പറയല്ലേ. കുറച്ചെടുത്ത് എന്റെ തലയിലോട്ട് ഇത്തി തേച്ചാണ്. ഞാനോ?
അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് കഴിച്ചേർണ കൊള്ളാല്ല പെണ്ണ്. ദേ, തിരുവനന്തപുരത്ത് ഞാൻ അടുത്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തരേട്ടാ. സണ്ണിച്ചായ ഒരു കാര്യം പറഞ്ഞാ അത് നടന്നു എന്ന് കൂട്ടിയാ മതി. അയ്യോ എനിക്ക് പോണം. ഇന്ന് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. ആദ്യത്തെ ദിവസം എത്തി താമസിച്ച് പോയാ മതി. ടോണി എന്റെ ജോലി. ദേ, അവന്മാര് വല്ല നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി. ഞാൻ അവന്മാരുടെ ആപ്പീസ് അങ്ങ് പൂട്ടിയേക്കാം. പ്രശ്നം തീർന്നല്ലേ ഇല്ലേടേ? പിന്നല്ലാതെ ഇച്ചായ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ഇച്ചായ ഞാൻ മസാജ് ചെയ്തു തരാം. അയ്യടാ എവള് ചെയ്താ മതി. അല്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വിചാരിച്ചതേ ഉള്ളൂ ആരെങ്കിലും തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണമെന്ന്. കൊത്തിയിട്ട് വയ്യ. എന്നാ ആശയം തീർട്ടെ, ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഇതിന്റെ നന്ദി വേണട്ടാ. തീർച്ചയായിട്ടും. എന്താ തടയേക്കോ? സണ്ണിച്ചു, എങ്ങനെയുണ്ട് കോഴിക്കോട് സ്പെഷ്യൽ മസാജ്? ഓ, കോഴി എന്നാണ് കൊണ്ടടേ. എന്നാ വേണ്ട, ഞാൻ പോവാ. എടേ, നീ അങ്ങനെ പിണങ്ങി പോവല്ലേ? സൂപ്പർ ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വഴിക്ക് വാ. ടോണി മോനെ, എന്തോ കാർത്തേശനെ ഒന്നും ഞാൻ ഇനി ഒന്നും പറയത്തില്ലടാ. എന്താ? കാർത്തേശനൊന്നും ഒന്നും അല്ലടാ. എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചേ.